ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് ചക്ക മടലിൽ ഈ ചേന വിത്ത് കണ്ട, ഇതാ ചേന വിത്ത് കണ്ട, ഇത് കണ്ടില്ല, ഇതാ ചേന വിത്ത് 4 കഷ്ണം ചേനയുണ്ട് നടാൻ. ഞാനിപ്പോൾ ഒന്ന് നടാനാണ് പോകുന്നത്, ചക്ക മടലിൻ്റെ അത് നടാനാണ് പോകുന്നത്. കണ്ട ഇതുപോലത്തെ ഒരു ചേന നിങ്ങൾ കണ്ടില്ലേ, ഇത് മുളച്ചിട്ടുണ്ട്, മുളച്ച ചേനയായത്. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചാക്കിൻ്റെ അകത്ത് ചക്ക മടൽ നിറച്ചിട്ട് അടിയിൽ ഞാൻ കുറച്ച് കാട് പറമ്പത്തെ കാട് വയ്ക്കിയത് അത് ഉണങ്ങിയിനി അത് ഞാൻ ഇത് നിറച്ചിട്ടായിരിക്കും പാരിക്കൊണ്ട് വേണ്ട. ഇതുപോലെ നിറച്ചിട്ട് ഇതിനകത്ത് ഇനിയിപ്പം ആദ്യം ഇത് നിറക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. ഇതിപ്പം കാട് നിറച്ചതാണ്. ഇനിയിപ്പം നെയ്യിൽ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ചക്ക മടൽ ഇതിലിടും. ചക്ക മടലാണ് ഇനിയിപ്പോൾ ഇതിലിടുന്നത്. കണ്ടില്ലേ, കണ്ടല്ലോ, ഇതിപ്പോൾ ചക്ക മടലിപ്പം ഇതിലിടാനാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് മടക്കി വെക്കട്ടെ, തേച്ചും വേണ്ട, നിറച്ചു വെക്കണ്ട. പിന്നെയും നമുക്ക് വളം കൊടുക്കേണ്ടതാണ്. ഇത് അമീമുളക്ക് നമുക്ക് വളം കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഇത് ഈ ചക്ക മടൽ കണ്ടില്ലേ, ഇത് കണ്ട, ഇത് ചക്ക മടൽ നല്ലോണം ബാട്ടിയതാണ്. ഞാനിപ്പോൾ ഓരോ ചക്ക പറിക്കുമ്പോൾ ഓരോരോ മടൽ ഞാനിങ്ങനെ എടുത്ത് വെക്കും. അതിങ്ങനെ ഇതിനകത്ത് പൊറുക്കിയിട്ടിട്ട് നമുക്കിത് നല്ലൊരു വളമാണ് ഈ ചക്ക മടലിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ. ചക്ക മടൽ എന്ന് വെച്ചാൽ എല്ലാറ്റിനും നല്ല വളം. അതിനോട് പറഞ്ഞ് എങ്ങനെയാണ് ചേന, ഞാൻ ഇതിനിടയ്ക്ക് ചേമ്പ് നട്ടേരാം, ചേന നടുവോ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിന്, എന്നോട് മെസ്സേജ് ആയിട്ട് അയച്ചിനി. അതുകൊണ്ടാണ് വേണ്ട ഇതേപോലെ ഉണങ്ങിനി. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നട്ട് കൊടുക്കുക, നടാം. ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ നടുവേ ഇതിനകത്ത് ഇട്ടേ. ഇതിപ്പോൾ കണ്ടില്ലേ ചക്ക മടലായത്. ഇഷ്ടംപോലെ ഇനിയിപ്പോൾ ചക്ക വരുമല്ലേ, ഇന്ന് ഇഷ്ടംപോലെ ചക്ക മടലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വളങ്ങളും കിട്ടും. ഇതിൻ്റെ അകത്ത് നല്ല വളമാണ്, നല്ല കരിമഷി പോലത്തെ വളമായിരിക്കും ഇത്. കണ്ടില്ലേ, കണ്ടാ ഇപ്പം തന്നെ കണ്ടില്ലേ, ചീമ്പിളയൊക്കെ തന്നെ എത്രയാ വളം എന്നറിയാം. കണ്ടില്ലേ, ഇതുപോലെ ഇതിപ്പോൾ ഞാനിവിടെ വെക്കുമായിരുന്നു. അതിൽ അത് ലേശം ആറാനുണ്ട്, അത് ഉണങ്ങട്ടെ, അത് പുഴു വരും. ഉണങ്ങാനിട്ടതാണ് ഇത്. കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചക്ക മടലിട്ടു. ഇനിയിപ്പോൾ എന്നാ പരിപാടി വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ചാരം, ഇത് എല്ലുപൊടി ഇതും കൂടി ഇട്ടേ. അതിൻ്റെ അകത്ത് എല്ലാം ഇട്ടിനെങ്കിലും കുറച്ച് ഇപ്പോൾ കുറച്ച് ഞാൻ ഈ മഞ്ഞളിൻ്റെ ഇതുണ്ട് ഇടുന്നത്. എന്താ എല്ലുപൊടി ഇല്ല, എന്താ എല്ലുപൊടി കുറച്ചുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇതിപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മളെ മഞ്ഞൾ മുറിച്ചിട്ട് അതിൻ്റെ വേരും ഇതുമെല്ലാം കേട്ടോ, നമ്മൾ കിളച്ച മഞ്ഞളിൻ്റെ വേരും ഇതെല്ലാം നല്ലതാണ്. അതിനാണ് ഇതിപ്പോൾ ഞാനിതിലിടുന്നത് കേട്ടോ, വേസ്റ്റ് പോലെ. ഇത് നല്ലതാണ്. ഇതിപ്പോൾ ഇതിലിട്ടിട്ട് ഇത് ഇട്ടിട്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇനി കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇതിട്ട് കൊടുക്കട്ടെ. കുറച്ച് ചാരം കൂടി എടുക്കാനായി, ഞാൻ എടുത്തിട്ടില്ല. ചാരം പിന്നെ ഇട്ട് കൊടുക്കാം. ഇനിത്തേലുള്ള ചാരം ഇത് കുറച്ച് വേപ്പും പിണ്ണാക്കാന്നേ. വേപ്പും പിണ്ണാക്കാന്ന് എല്ലുപൊടി കൊണ്ടുവന്നതില്ല, അത് എല്ലുപൊടി ഉണ്ടില്ല, ഇത് എല്ലുപൊടിയാണ്. അല്ല എല്ലുപൊടി ഇല്ല കൊണ്ടുവന്നത്, എല്ലുപൊടി കഴിഞ്ഞ്. അതുകൊണ്ട് അത് എല്ലാം ചാണകത്തിലാക്കിയുണ്ട്, ആ ജൈവ സ്ലറിയിലാക്കി, അതുകൊണ്ട് ഇല്ല, കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇത് വേസ്റ്റാണ്, അടുക്കള വേസ്റ്റാണിത്. ഇതും കൂടി ഞാൻ ഇതിൻ്റെ മേലെ നിറച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വളമായി ഇതത്തിരി മതി, ഇനി വേറെ ഒന്നും വേണ്ട. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ഇതേപോലെ നിറച്ച് ചാക്കിലങ്ങ് നിറച്ചിട്ടാകുമ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പോട്ടി മിശ്രിതം ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കുക. കണ്ടാ, ഇതേപോലെ പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കുക. ഇത് നല്ല എല്ലാം ഞാൻ കുമ്മായം വരെ ഇട്ട് എല്ലാം ഇട്ട് എല്ലുപൊടിയെല്ലാം ഇട്ടിട്ട് ആക്കി വെച്ചതാണ്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് വേപ്പും പിണ്ണാക്ക് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ മറ്റേ വളങ്ങളെല്ലാം ഇട്ടത് കൊണ്ട് അതിൻ്റെ മേലെ ചാറ് എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ അത് ആദ്യം എടുക്കാൻ കഴിയില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ കണ്ടല്ലോ, നല്ലപോലെ ഇതിന് താത്ത് എന്താ ഇതേപോലെ നിറച്ചിട്ട് കൊടുക്കുക. അരുവിലേക്ക് കൂടി ഇങ്ങനെ നിറച്ച് കൊടുക്കണം, എന്നാലേ താണു പോകില്ല. എന്താ ഇതേപോലെ ഇതുപോലെ നട്ടു കൊടുക്കുക. ഇനി നടാനുണ്ട് 5 ചേന ഇനി നടാനുണ്ട്, 5 കഷ്ണം ചേന നടാനുണ്ട്.
അത് പിന്നെ നടാം. ഇപ്പം തൽക്കാലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചേന നടുന്നത് എങ്ങനെയാണ് ചക്കമടലെന്ന് ചോദിച്ചിട്ട് എന്നോട്. അതാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം. കണ്ടില്ലേ, ഇതേപോലെ ഇതിൽ നട്ടു കൊടുക്കാം. ഞാൻ ഒരു ഇതും പിന്നെ മണ്ണില കൃഷിയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം. ഞാൻ ചെയ്യുന്ന കൃഷി ഒന്നും എല്ലാവരും ചെയ്യുന്ന പോലത്തെ കൃഷി രീതിയല്ല, എല്ലാത്തിലും മാറ്റാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവം ഉറപ്പായിട്ടും കിട്ടും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഈ ചേന വിത്ത് എടുത്ത് വെച്ച് കൊടുക്കട്ടെ. ചേന വിത്ത് ഇതാ, ഈ മുളച്ച ചേന ഈ മുള മേലെ ആക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതിനിപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം അമിഞ്ഞ് താഴെത്തും. ആ സമയത്ത് നമുക്ക് കുറച്ച് വളവും എല്ലാം കൂടി ഇതേപോലെ പോട്ടി മിശ്രിതോ എല്ലാം കൂടി നിറച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ മേലെ ഇടട്ടെ. എല്ലാം മറക്കുമ്പോഴേക്ക് താണു കടിങ്ങി എല്ലാ സാധനവും നിറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊയ്ത് തെച്ചും പോട്ടി മിശ്രിതം മാത്രമാണ്, ഒരു തരി മണ്ണ് പോലും ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കൃഷി രീതി നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടാനാണ് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളും നട്ടു നോക്ക്. എന്നിട്ട് അതിൻ്റെ ആ മുള ഞാൻ പുറത്തോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാണ്. ഇത് കണ്ട അതിൻ്റെ മുളയായി. ഇത് കണ്ട സന്ധ്യ ആയിപ്പോയി, അതുകൊണ്ട് ഇരുടായിപ്പോയി, കാണുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുന്ന പറയാം. ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. എല്ലാവരും ഹൈപ്പൊന്നും അടിക്കുന്നില്ല, അടിക്കുന്ന ആൾ അടിക്കുക. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അധികം ദിവസം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.